പറഞ്ഞോ. ഹായ് കൂട്ടുകാരെ, ഞങ്ങള് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ ഇസ്രയേലുള്ള അജിത്തേട്ടൻ നമുക്ക് ബമ്പർ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മനെ ഞങ്ങൾ കണ്ടപ്പോൾ അമ്മ ആകെ ക്ഷീണിച്ച് ആശയമായിട്ട് നിൽക്കുകയാണ്. ആള് ലോട്ടറി ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ അമ്മയെ പോലെ തന്നെ ഫീൽ ചെയ്തത്. അപ്പോൾ അയത്തേട്ടൻ പറഞ്ഞു, നിങ്ങൾ ബമ്പർ എടുക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ കുറേ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഞാൻ ഈ ലോട്ടറി ഒക്കെ മുന്നേ എടുക്കും. വയസ്സായ വയ്യാത്ത കാലുകൊണ്ടൊക്കെ വയ്യാത്ത നല്ല അമ്മമാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നൊക്കെ നമ്മൾ ലോട്ടറി എടുക്കും. ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആ പൈസ മേടിക്കുക അല്ലെങ്കിൽ ലോട്ടറി അടിക്കുക എന്നുള്ളൊരു ഇതിലല്ല, അവർക്കൊരു ചായ പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുക. ഞങ്ങൾക്ക് 2 ബമ്പർ എടുക്കാനുള്ള പൈസ ഞങ്ങൾക്ക് അയച്ചു തന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് എടുക്കണം. വഴിയിൽ ഇങ്ങനെ ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുന്നത്, ബമ്പറൊന്നും ഇതുവരെ അങ്ങനെ ഒന്നും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ബമ്പർ നമ്മുടെ സന്തോഷത്തോടെ നമ്മുടെ കൈ കൊണ്ട് ഞങ്ങൾക്ക് തന്നു. തടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം മുഴുവൻ അങ്ങോട്ട് ഞെട്ടിക്കും അല്ലേ? ഞെട്ടിക്കും ഞങ്ങള്. ക്ഷീണത്തിലല്ല എനിക്ക്, നമുക്കൊരു ചായ കുടിക്കാട്ടാ, പേടിക്കണ്ട. അപ്പോ എത്ര 2 ബമ്പറിന്? 600. അല്ല, ഒരെണ്ണത്തിന് 300. 1000 രൂപ ഞാൻ തന്നു. അപ്പൊ ഇതിൽ നമ്പർ ഞങ്ങളിപ്പോ നോക്കണില്ല. ആ ബമ്പറിന്റെ സമയത്ത് മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത്. തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളിത് നമ്പർ നോക്കണ പോലില്ല. സത്യമാണ്. ഇനി ഇത് മടക്കുക പോക്കറ്റിൽ ഇടുക കേട്ടോ. ഇത് 2 ബമ്പർ എടുത്തേക്കണ്. 1 ബമ്പർ എനിക്കും 1 ബമ്പർ വാവുകുട്ടിക്കുള്ളതാണ് ചായ കുടിക്കാൻ. അപ്പോൾ 1 ബമ്പറിന്റെ ഇതേപോലെ ഞാനും കൊടുക്കുകയാണ് അമ്മയ്ക്ക് ഇന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സന്തോഷമായില്ലേ? കാറ് ടാക്സി വിളിച്ചിട്ട് ഞങ്ങൾ വരും കേട്ടോ.